പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്ലീഹക്കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ തിരുവചനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനായി ഈശോ പഠിപ്പിക്കുകയാണ്. വലിയ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച വാക്യമാണിത്. അതുവരെ പകരത്തിന് പകരം കല്ലിന് പകരം കല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെയുള്ള സംസാര രീതിയും പ്രവർത്തന ശൈലിയുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ക്ഷമിക്കുവാനായി ഈശോ പഠിപ്പിക്കുകയാണ്. ശത്രുവിനെ ശത്രുവായി കണ്ട് അവനെ ഉപദ്രവിക്കുക എന്നതായിരുന്നു ലോകനീതി. അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന് പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. ഈശോ സ്വജീവിതത്തിലൂടെ ശത്രുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു. കാൽവരി മലയുടെ മുകളിലെ കുരിശ് തൂങ്ങി പടഞ്ഞു മരിക്കുന്ന അവസരത്തിലും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവപിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈശോ ചെയ്തത്. ഏറ്റവും ഒടുവിൽ പടയാളികൾ ഒരുവൻ, ലുങ്കിനോസ് എന്ന് വിളിക്കുന്ന പടയാളി, കുന്തം കൊണ്ട് ഈശോയുടെ തിരുവിലാവിൽ കുത്തുകയാണ്. ഹൃദയം തുറന്ന് 2 തുള്ളി വെള്ളവും രക്തവും അവന്റെ കണ്ണിലേക്ക് ചാടുകയാണ്. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത പടയാളിയുടെ കാഴ്ചയില്ലാത്ത കണ്ണിലേക്ക് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ജലം വന്ന് വീണപ്പോൾ അവന് കാഴ്ച ലഭിക്കുകയാണ്. അവൻ ഈ ഗാഗുൽത്താ മലയുടെ മുകളിൽ നിന്നും വളരെ സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ കണ്ണിന് കാഴ്ച തന്നു, എന്നോട് ക്ഷമിച്ചു, എൻ്റെ ഈശോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോവുക. തന്നെ ക്രൂശിച്ചവർക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹം കൊടുത്തപ്പോൾ അദ്ദേഹം ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. പീലാത്തോസിന്റെ പടയാളിയായ ഇയാൾ ഈശോയ്ക്ക് വേണ്ടി പിന്നെ നിലകൊള്ളുകയും ഈശോ ചെയ്ത അത്ഭുതം എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ പിടികൂടി വളരെയധികം ദേഹോപദ്രവം ചെയ്ത് കൊല്ലുവാനായിട്ട് ഇടയാകുകയാണ്. എങ്കിലും മരണപ്പെടുന്ന നിമിഷത്തിലും ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട്, സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ആ പടയാളി തയ്യാറായി. അതാണ് ശത്രു സ്നേഹത്തിൻ്റെ പ്രത്യേകത. തന്നെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുമ്പോൾ അയാളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി മാറും. അതാണ് ഈശോ പഠിപ്പിച്ച സത്യം. നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് പ്രയാസമാണ്. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക വളരെ എളുപ്പമാണ്. ശത്രുവിനെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശത്രുവിനെ സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായി മാറുകയാണ്. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം അനുഭവിക്കുവാനായിട്ട് പറ്റും. എന്നതില്ലാത്ത സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റുക ശത്രുവിനെ സ്നേഹിച്ചു കഴിയുമ്പോഴാണ്. അവനോട് ആത്മാർത്ഥമായി ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്നതില്ലാത്ത സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഏവനും സാധിക്കുന്നു. ഈ സന്തോഷം അനുഭവിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ദുരിതം സമ്മാനിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് നാം വെറുതെ വ്യാമോഹിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സ്വസ്ഥതയും പോവുകയാണ്, സമാധാനം നഷ്ടമാവുകയാണ്, നമുക്കുള്ളതെല്ലാം കൂടി പോവുകയാണ്. അതേസമയം ഒന്ന് ക്ഷമിച്ചു നോക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ, ഒന്ന് താഴ്ത്തപ്പെട്ടുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും നേട്ടവും ഒക്കെ അനുഭവിക്കുകയാണ്. ആ ആനന്ദവും നിർവൃതിയും ഒക്കെ ലഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഒരു കുട്ടി LP സ്കൂളിൽ നിന്നും UP സ്കൂളിലേക്ക്, അടുത്തുള്ള UP സ്കൂളിലേക്ക് മാറുകയാണ്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ 4-ാം ക്ലാസ് വരെയേ ഉള്ളൂ. അതുകൊണ്ട് 5-ാം ക്ലാസ്സിലേക്ക് അകലെയുള്ള വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോവുകയാണ്. അവിടെ ചെന്ന് ആദ്യ ദിവസം ക്ലാസ് ആരംഭിച്ചു. കുട്ടികളെല്ലാം ഒന്നിച്ചിരിക്കുന്നു. ടീച്ചർ വന്നു, പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഈ മാറി ചെന്ന കുട്ടിയോട് വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ടീച്ചർ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നൊന്നുമില്ല. പല ദിവസം കടന്നുപോയി. ഈ കുട്ടിയുടെ മനസ്സിൽ വളരെ വിഷമമായി.
നേരത്തെ സ്കൂളിലെ ടീച്ചർ എന്നെ എത്രമാത്രം പരിഗണിച്ചിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ ടീച്ചർ എന്നെ പരിഗണിക്കുന്ന പോലുമില്ല. സ്വന്തം അമ്മയോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, മോനെ സാരമില്ല, ടീച്ചർ കുറേ കഴിയുമ്പോൾ നിന്നെ സ്നേഹിച്ചു കൊള്ളും. എന്നിട്ടും മാറ്റമൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് അമ്മയോട് ചെന്നിട്ട് ഈ കുട്ടി പറയുകയാണ്, അമ്മേ ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ പോവുകയാണ്, എന്നെ എന്നാ സ്നേഹിക്കാത്തത്, മറ്റു കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം എന്നോടെന്താ കാണിക്കാത്തത് എന്ന് ഞാൻ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പം അമ്മ പറഞ്ഞു, മോനെ പാടില്ല, അങ്ങനെ ചോദിക്കരുത്. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല, ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്നല്ല. എന്നെ സ്നേഹിക്കണമെന്ന് 10 തവണ ഉറക്കെ പറഞ്ഞതുകൊണ്ട് ആരും നമ്മളെ സ്നേഹിക്കുകയില്ല. സ്നേഹിക്കാൻ തോന്നുന്ന പ്രവൃത്തി ചെയ്യുക എന്നതാ പ്രധാനപ്പെട്ടത്. ആ അമ്മ ആ കൊച്ചിനെ ഉപദേശിച്ചു എങ്ങനെയൊക്കെയാണ് ടീച്ചറുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്ന്. കൃത്യസമയത്ത് ക്ലാസ്സിൽ ചെല്ലുക, പഠിച്ചുകൊണ്ട് ചെല്ലാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ചെല്ലുക, ഹോംവർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് നല്ലത് പറയുകയും മറ്റുള്ളവരുമായി വല്ല ചങ്ങാത്തം കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർ നിന്നെ ശ്രദ്ധിച്ചു കൊള്ളുമെന്ന്. ആ കുട്ടി അങ്ങനെ ചെയ്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ക്ലാസ്സിലെ ഏറ്റവും നല്ല മിടുക്കനായി അവൻ മാറി. ടീച്ചറും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായി അവൻ മാറി. നന്മ പ്രവർത്തിക്കുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. അതിന് ചെയ്യേണ്ടത് താഴ്ന്നു കൊടുത്തുകൊണ്ട് നന്മ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ്. എവിടെയൊക്കെ നന്മ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരികയാണ്. ഒരു രോഗി ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഏറ്റവും നല്ല ഔഷധം ഏതാണ്? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ മരുന്ന് ഏതാണ്? ഡോക്ടർ പറഞ്ഞു, സ്നേഹമാണ്. സ്നേഹമാണോ? അത് മരുന്നാണോ? അതെ, ഏറ്റവും നല്ല മരുന്നാ അത്. സ്നേഹിച്ചു നോക്കുക. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ രോഗി വീണ്ടും വന്നു. ഡോക്ടറോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ഔഷധം സ്നേഹമാണെന്ന് ആണല്ലോ പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചിട്ട് എനിക്ക് നല്ല സുഖമൊന്നും തോന്നുന്നില്ലല്ലോ. ഡോക്ടർ വീണ്ടും പറഞ്ഞു, എങ്കിൽ ഡോസ് കൂട്ടുക. നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഡോസ് കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞു. അതെന്താണ്? സ്നേഹം. കൂടുതൽ സ്നേഹിക്കുക. ഇതുവരെ സ്നേഹിച്ചിരുന്നത് പോരാ, അതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ സ്നേഹിക്കുക. അതാണ് ജീവിതത്തിൽ ശരീരത്തിന് ഏറ്റവും നല്ല ഔഷധം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും സന്തോഷം വന്ന് നിറയുകയാണ്, നമ്മളും സ്നേഹിക്കപ്പെടുകയാണ്. പരസ്പരം സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്താണ് വേലക്കാരിയുടെ കയ്യിൽ ഈ അലമാരിയുടെ താക്കോല് കൊടുക്കാത്തത്? ഈ വേലക്കാരി കാണാതെ ഈ താക്കോല് അമ്മ എന്തിനാ ഒളിപ്പിച്ച് കൊണ്ടു നടക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നിനക്കറിയാമോ, ഈ താക്കോല് കൊടുത്താൽ ഇതിൻ്റെ അകത്ത് സ്വർണമുണ്ട്, വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഈ അലമാരിയുടെ അകത്തുണ്ട്. വേലക്കാരി എങ്ങനെയാ വിശ്വസിച്ചേൽപ്പിക്കുക? അതുകൊണ്ടാ കൊടുക്കാത്തത്. അപ്പം കൊച്ചു വീണ്ടും ചോദിക്കുക, സ്വർണം കൊടുത്താൽ കുഴപ്പമാണോ? അതെ, അതൊന്നും കൊടുക്കാൻ പാടില്ല, കാരണം അതിനൊക്കെ നല്ല വിലയാ, മാർക്കറ്റിൽ നല്ല വില കിട്ടും. അപ്പൊ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാ എന്നെ ഈ വേലക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നത്? എനിക്കൊട്ടും വിലയില്ലാത്തത് കൊണ്ടാണോ? അമ്മയുടെ ഉത്തരം മുട്ടിപ്പോയി. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് സ്നേഹം തോന്നുന്ന പ്രവർത്തനമായിരിക്കുകയില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായി മാറുക. ആരെയും ഉപദ്രവിക്കാതെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. ഇന്ന് റഷ്യയും യുക്രൈനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ക്ഷമിക്കുവാനായിട്ട് തയ്യാറായാൽ, റഷ്യൻ പ്രസിഡന്റ് ഒന്ന് താന്നു കൊടുത്താൽ വലിയ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ആർക്കും വലിയ നഷ്ടമുണ്ടാവുകയില്ല. രണ്ട് രാജ്യത്തിനും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും താന്നു കൊടുക്കുവാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ, ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല, ഞാൻ ജയിക്കണം എന്ന മനോഭാവത്തോടെ നിൽക്കുന്നത് കൊണ്ട് വലിയ ദുരിതങ്ങളൊക്കെ സമ്മാനിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയുണ്ടായി, 3ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനായിട്ടുള്ള സമയമായെന്ന് തോന്നുന്നത്.
ഈ യുദ്ധത്തെ താങ്ങുവാനായിട്ട് വേറെ ആർക്കും പറ്റിയെന്ന് വരികയില്ല. അവസാനം ജയിച്ചതാര് തോറ്റതാര എന്ന് കണക്കെടുക്കുവാൻ പോലും ഇല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്. എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അണുവായുധ പ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്നാലും താൻ നശിച്ചാലും വേണ്ടിയില്ല, മറ്റുള്ളവരെ നശിക്കണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ യുദ്ധം ഒക്കെ ഉണ്ടാക്കുവാനായിട്ടിടയായിത്തീർക്കുന്നത്. എവിടെയുമുണ്ട് ഇതുപോലെയുള്ള മനോഭാവങ്ങൾ. ഞാനില്ലാതായാലും കുഴപ്പമില്ല, മറ്റുള്ളവർ ഇല്ലാതാകുമല്ലോ. ആ ഒരു മനോഭാവമാണ് മാറ്റേണ്ടത്. ഈ ചിന്താഗതി ഇന്ന് ലോകത്തിൽ വളരെയേറെ കൂടിക്കൂടി വരികയാണ്. അവിടെയാണ് ഈശോയുടെ ഈ വചനത്തിൻ്റെ പ്രസക്തി. ക്ഷമിക്കുവാനായിട്ടൊരു മനസ്സ് എവിടെയൊക്കെ താഴ്ന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നോ അവിടെയൊക്കെ വലിയ വിജയം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഇത് വലിയ അകലങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനായിട്ട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ കുടുംബം സ്വർഗമാവുകയില്ലേ? ജീവിത പങ്കാളി ഒരു വാക്ക് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് സംസാരിക്കുക പോലുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന എത്രയോ പേരാണുള്ളത്. ഒന്ന് ഓർക്കുക, ഒന്ന് താഴ്ന്നു കൊടുത്തെങ്കിൽ, ഒന്ന് ക്ഷമിച്ചെങ്കിൽ, തെറ്റുപറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞെങ്കിൽ എന്തെല്ലാം സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കുടുംബം എത്ര സ്വർഗമായി മാറും. അതിനുള്ള മനസ്സില്ലാതായി തീരുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതയും തിന്മയുടേതായ ശക്തിയുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുക. ഓരോ നിമിഷവും വചനം വായിച്ച് നമ്മൾ നല്ലവരായി മാറിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ശത്രുവിനെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. പിശാച് എന്ന ശത്രുവിനെ നമ്മുടെ ഹൃദയങ്ങളാണ് ആദ്യം നശിപ്പിക്കുക. അവിടെയൊക്കെ ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ശക്തിക്കായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരു വ്യക്തി മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ്. തോമാച്ചേട്ടൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പത്രോസ് ചോദിച്ചു, ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാം, അല്ലെങ്കിൽ അപ്പുറത്തെ നരകത്തിലേക്ക് പോകാം. അപ്പം തോമാച്ചേട്ടൻ പറഞ്ഞു, എന്നാ ചോദിക്ക്. അപ്പം പത്രോസ് ലീഹ ചോദിക്കുകയാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ. ലവ് എന്ന പദത്തിന് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം തോമാച്ച് എത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാ, പറയാമല്ലോ എന്ന് പറഞ്ഞു. LOVE ലവ്. ശരിയാ, ഉത്തരം പറഞ്ഞു എന്ന് പത്രോസ് പറഞ്ഞു. എന്നാ സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറ്റി വിടാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന സ്വരം കേട്ടത്. ഉടനെ നമ്മുടെ പത്രോസ് ലീഹ പോയി ഫോൺ എടുക്കുക. ദൈവം വിളിക്കുക, ദൈവം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പത്രോസ് ലീഹ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം ഇവിടെ നിൽക്കണമേ. ഇതുപോലെ ഞാൻ ചോദിച്ച പോലെ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് കടത്തി വിട്ടാൽ മതി, ഇതുപോലെയുള്ള സ്പെല്ലിങ് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് തോമാച്ചേട്ടനെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ്. പെട്ടെന്നാണ് ഒരു യുവതി കടന്നു വരുന്നു. ഇതാരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തോമാച്ചേട്ടന്. ഇതെൻ്റെ ഭാര്യയാണല്ലോ, അവിടെ എന്തിനാ എൻ്റെ പുറകെ വന്നത്, ഇപ്പം തന്നെ ഇങ്ങ് പോന്നോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, എടി നീ എന്നാ പറ്റി ഇങ്ങ് പോന്നത്, എന്നാ സംഭവിച്ചത്? ഉടനെ പറഞ്ഞു, ചേട്ടൻ മരിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ മരിച്ചിടക്കൊക്കെ നടത്തി വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ ഒരു വണ്ടി ഇടിച്ചു. പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല, ഞാനിതേ ഇങ്ങോട്ട് വരുന്നു. ഇനി അങ്ങ് പോകാൻ വരട്ടെ. തോമാച്ചനോടെ അവളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കടത്തിവിടും, അല്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകേണ്ട വരും. എന്നാൽ ചോദിക്ക്, ഭർത്താവല്ലേ ചോദിക്കുന്നത്, നല്ല എളുപ്പമുള്ള ചോദ്യമായിരിക്കും എന്ന സന്തോഷത്തിൽ ഭാര്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തോമാച്ചേട്ടൻ ചോദിക്കുകയാണ്, യുവസ്ലോക്കിയ എന്ന പദത്തിൻ്റെ സ്പെല്ലിങ് പറയാനായിട്ട്. കടിച്ച പൊട്ടിയില്ലാത്തൊരു പദം പറഞ്ഞിട്ട് സ്പെല്ലിങ് പറയാനായിട്ട് ചോദിക്കുകയാണ്. തൻ്റെ ഭാര്യയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ സ്വർഗത്തിലേക്ക് അവൾ കടന്നു വരണ്ട എന്ന ചിന്തയിൽ നിൽക്കുക. തനിക്ക് വലിയ ആനുകൂല്യം കിട്ടിയതാണ്. ചെറിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഇവിടെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ച് മറ്റുള്ളവരെ മാറ്റി നിർത്തുക. സ്വന്തം ജീവിത പങ്കാളിയെപ്പോലും വലിയ ക്വസ്റ്റ്യൻ ചോദിച്ച് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത. ഇതൊരു കഥയാണെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ? പല പല ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കുടുംബത്തിലെ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുക. നമ്മൾ നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷമിക്കുവാനായിട്ടുള്ളൊരു സ്നേഹം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ സന്തോഷമായി മാറും. ജീവിതം സൗഭാഗ്യത്തോടുകൂടി അനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. പച്ചയായ മനുഷ്യരെ നമുക്കൊക്കെ പലപ്പോഴും തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ട്. എത്ര കുറവുകളുണ്ടെങ്കിലും
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഭയം തേടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ നമ്മൾ നല്ലവരായി മാറും. ഇന്ന് പഴയ നിയമം 2-ാം വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായനയിൽ നാം ശ്രവിച്ചല്ലോ, നിന്റെ പാപം എത്ര കഠിന ചോമ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി ഞാൻ മാറ്റുമെന്ന്. എത്ര വലിയ പാപിയാണെങ്കിലും എൻ്റെ കൃപ കൊണ്ട് വളരെ നിഷ്കളങ്കമായ പവിത്രമായ വ്യക്തിയായി മാറുമെന്ന്. അതിനൊന്നേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയുക. നമുക്ക് വിശുദ്ധ കുർബാനയിൽ അണയാം, ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറവുകളും എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, നല്ല ഒരു ഹൃദയം തരുവാനായിട്ട്